നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. എഗെയിൻ നമ്മൾ ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന 4-year UG പ്രോഗ്രാം ബികോം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം കളയേണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അസേർഷനിൽ അല്ലെങ്കിൽ അവകാശവാദം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പേരൻസ് ആർ ദ പ്രൈമറി ഏജൻറ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ പ്രൈമറി ഏജൻ്റ് എന്ന് പറയുന്നത് പേരൻസ് ആണെന്നുള്ളതാണ് നമ്മുടെ അവകാശവാദമായിട്ട് പറയുന്നത്. അതിൻ്റെ റീസൺ പറയുന്നു, ദ ചിൽഡ്രൻസ് ലേൺ ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് പ്രൈമർലി ത്രൂ ഒബ്സർവിങ് ആൻഡ് ഇൻറ്ററാക്ടിങ് വിത്ത് ദെയർ പേരൻസ്. കുട്ടികൾ ആദ്യമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് പഠിക്കുന്നത് അല്ലെ ഫിനാൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ പേരൻസിൻ്റെ ഇൻറ്ററാക്ഷനിലൂടെ അല്ലെ പേരൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൂടെയോ പേരൻസിനെ ഒബ്സർവ് ചെയ്യുന്നത് വഴിയോ ആണ് അവരുടെ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ റീസണകത്ത് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരു അവകാശവാദം പറയുന്നു, ഒരു അസേർഷൻ പറയുന്നു. ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ കുട്ടികളിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നത് പേരൻസിൽ നിന്നാണെന്ന് പറയുന്നു. അതിൻ്റെ റീസൺ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുട്ടികളിലെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യുന്നത് പേരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയും പേരൻസിനെ ഒബ്സർവ് ചെയ്യുന്നത് വഴിയാണെന്ന് പറയുന്നു. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റുകളും അസേർഷനും റീസണും ശരിയാണെന്നും ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്നു. ഇനി രണ്ടും ശരിയാണ്, ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് പറയുന്നു. അടുത്ത് പറയുന്നു എ തെറ്റാണ്, ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പറയുന്നു. സോ അങ്ങനെ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഈസ് ദ ഐഡിയ ദാറ്റ് പീപ്പിൾ ഡെവലപ്പ് ഫിനാൻഷ്യൽ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ബിഹേവിയർ ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ് ആൻഡ് ദെയർ ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾ ഡെവലപ്പ് ഫിനാൻഷ്യൽ നോളജ്. വ്യക്തികൾ അല്ലെങ്കിൽ എന്താണ് മനുഷ്യർ അവരുടെ ഫിനാൻഷ്യൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ എന്താണ് പേരൻസിനോടോ നമ്മുടെ എന്താണ് അധ്യാപകരോടോ അല്ലെങ്കിൽ എന്താണ് മീഡിയയോടോ, അതുമല്ല എങ്കിൽ നമ്മളെന്താണ് ബാങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെ കുറിച്ച് പരിചയപ്പെടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പരിചയപ്പെടുന്നു, അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴോ അങ്ങനെ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയോ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കെന്താണ് ലഭിക്കുന്ന ഫിനാൻഷ്യൽ നോളജ്, അതുവഴി നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ആറ്റിറ്റ്യൂഡ്, അതുവഴി നമുക്ക് ലഭിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ബിഹേവിയർ, ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദീസ് ഇൻട്രാക്ഷൻ ക്യാൻ ബി ഇൻറ്റൻഷണൽ ഓർ അൺഇൻറ്റൻഷണൽ. ചിലപ്പം ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് മനഃപൂർവ്വമായിരിക്കും, ഇൻറ്റൻഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ളതായിരിക്കാം. ആൻഡ് ക്യാൻ ടേക്ക് എ പ്ലേസ് ഇൻ ദ ഫാമിലി, അറ്റ് സ്കൂൾ, ഇൻ എ വർക്ക് പ്ലേസ് ഓർ ഇൻ ദ മീഡിയ. അത് പല സ്ഥലങ്ങളിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നാകാം, സ്കൂളിൽ നിന്നാകാം, വർക്ക് പ്ലേസിൽ നിന്നാകാം, മീഡിയ വഴിയാകാം. ദെൻ ഇവിടെ നിന്നൊക്കെ നമുക്കെന്താണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. സോ അപ്പം എന്താണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. ഇനി നമുക്ക് ആ ക്വസ്റ്റിനോട് നമുക്ക് തിരിച്ചു പോകാം. എന്താ ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്നത്? ഒരു അസേർഷനും ഉണ്ട്, ഒരു റീസണും ഉണ്ട്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എന്താ പറഞ്ഞത്? ദെൻ പേരൻസ് ആർ ദ പ്രൈമറി ഏജന്റ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികളിലെ ദെൻ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നത് പേരൻസ് ആണ്. ശരിയല്ലേ? നമ്മളൊക്കെ കുട്ടിക്കാലമായിരുന്ന സമയത്ത് നമ്മൾ എന്താണ് ആദ്യമായിട്ട് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ അല്ലെ നമുക്ക് കിട്ടുന്ന പൈസ എന്താണ് കുടുക്കുകളിൽ സൂക്ഷിക്കണമെന്നോ ബാങ്കിൽ എന്താണ് സേവ് ചെയ്യണമെന്നോ നമുക്ക് കിട്ടുന്ന പൈസകൾ മിച്ചം നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ പേരൻസ് ആണ്. ദെൻ അതിൻ്റെ റീസൺ പറയുന്നു, the children learn the financial habits and attitude primarily through observing and interacting with their parents. നമ്മൾ ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ഫാമിലിയിലാണ് ഫിനാൻസ് ഡീൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയും അല്ല നമ്മുടെ പേരൻസ് ആണ് ആദ്യമായിട്ട് ഫിനാൻസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികൾ പലപ്പോഴും പേരൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൂടെയോ അവരെ ഒബ്സർവ് ചെയ്യുന്നത് വഴിയോ ആണ്
ഫിനാൻസ് ഡീലിങ്സ്, പൈസയുടെ വരവും ചെലവുകളും അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്പെൻഡിങ്ങും ഒക്കെ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. യെസ്, അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദെൻ അവിടെയും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഈ പറയുന്നതാണ് സ്കൂൾ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ത്രൂ ഫോർമൽ എഡ്യൂക്കേഷൻ. ദെൻ സ്കൂളിംഗ് എന്ന് പറയുന്നത് അല്ലെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷന്. എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ സ്കൂളുകൾ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിലോട്ട് എത്തിക്കുന്നു, അതിനൊരു വൈറ്റലായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നതെന്നാണ് നമ്മുടെ അവകാശവാദം. ദെൻ അതിൻ്റെ റീസൺ പറയുന്നത് എന്താണ്? ദ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ഇൻ സ്കൂൾ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഡെവലപ്പ് എസെൻഷ്യൽ മണി മാനേജ്മെൻറ്റ് സ്കിൽസ്. അപ്പോൾ സ്കൂളിൽ പലത് എന്താണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എന്താണ് വർക്ക്ഷോപ്പുകളോ സെമിനാറുകളോ പല പ്രോഗ്രാമുകളും റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്താറുണ്ട്. അത് പലപ്പോഴും കുട്ടികളിൽ എന്താണ് അല്ലെ സ്റ്റുഡൻസിൽ പലപ്പോഴും മണി മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബാങ്കിങ്ങിനെ സംബന്ധിച്ചോ ഇൻഷുറൻസിനെ സംബന്ധിച്ചോ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചോ സേവിങ്സിനെ പറ്റിയോ ഒക്കെ എന്താണ് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് വഴി കുട്ടികളിൽ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കൂള് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റീസൺ പറയുന്നത്. എഗെയിൻ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. സെയിം ഓപ്ഷൻസ് ആണ്. സോ അപ്പം ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്ന ആൻസർ ഏതാണെന്ന് അറിയേണ്ടത്. സോ സ്കൂൾ എന്താണ് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ വഴി നമ്മുടെ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ റോള് വഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതുവഴി എന്താണ് റീസൺ പറയുന്നു അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സ്കൂളിൽ നടത്തുന്ന വഴി കുട്ടികളിൽ മണി മാനേജ്മെൻറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ദെൻ ആൻസർ എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. നമ്മൾ പറഞ്ഞിരിക്കുന്ന അസേഷനും ശരിയാണ്, നമ്മൾ പറഞ്ഞ റീസണും കറക്റ്റാണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി എന്താണ് ആ റീസൺ പറഞ്ഞിരിക്കുന്നത്? അസേഷൻ്റെ നമ്മുടെ അവകാശവാദത്തിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ ത്രൂ ഫോർമൽ എഡ്യൂക്കേഷൻ. ദെൻ ഫോർമൽ എഡ്യൂക്കേഷനിലൂടെ സ്കൂള് കുട്ടികളിൽ ഒരു ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ നടത്തുന്നു, ആ റോള് അവർ വഹിക്കുന്നു. അതിൻ്റെ റീസൺ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത് വഴി സ്കൂൾ കുട്ടികളിൽ മണി മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എഗെയിൻ ഒരു അസേഷൻ പറയുന്നു ഫിയർ ഇൻഫ്ലുവൻസ് ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് ഫിനാൻഷ്യൽ ബിഹേവിയർ ഇൻ ടീനേജേഴ്സിൽ അവരുടെ പിയർ ഇൻഫ്ലുവൻസ്, അവിടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബിഹേവിയറിൽ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് എന്താണ്? ടീനേജേഴ്സ് ആർ മോർ ലൈക്ലി ടു എൻഗേജ് ഇൻ റിസ്കി ഫിനാൻഷ്യൽ ബിഹേവിയർ ഇഫ് ദെയർ ഫ്രണ്ട്സ് ഡു ദ സെയിം. അതിൻ്റെ റീസൺ പറയുന്നതാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നതിൻ്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് ദെൻ ഫ്രണ്ട്സ് എന്ത് ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതേ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനായിട്ടാണ് ടീനേജേഴ്സിന് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് താല്പര്യം. അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. എഗെയിൻ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ദെൻ സെയിം ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഇനി അസേഷനും റീസണും ശരിയാണോ, ശരിയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണോ തെറ്റാണോ, അതോ ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ആൻസർ ഉണ്ട്. എന്താണ് നമുക്ക് ആൻസർ എന്ന് നോക്കാം. യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. നമ്മുടെ അസേഷനും ശരിയാണ്, നമ്മുടെ റീസണും ശരിയാണ്. ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് ദെൻ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. യെസ്, അപ്പോൾ പിയർ ഇൻഫ്ലുവൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ടീനേജേഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ അവരുടെ ഇൻഫ്ലുവൻസ് പലപ്പോഴും ഫിനാൻഷ്യൽ ബിഹേവിയറിൽ നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. കാരണം അവർ പലപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും
കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വരവും ചെലവിനെക്കുറിച്ച് വലിയ ധാരണകളില്ല. അവർ മാക്സിമം സ്പെൻഡ് ചെയ്യും, ദെൻ മാക്സിമം എന്താണ് എൻജോയ് ചെയ്യും. അങ്ങനെ എന്താണ് അവർ പൈസ വരവറിയാതെ ചെലവാക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഫിനാൻഷ്യൽ ബിഹേവിയർ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ റീസൺ പറയുന്നതാണ് ടീനേജേഴ്സ് ആർ മോർ ലൈക്ലി ടു എൻഗേജ് ഇൻ എ റിസ്കി ഫിനാൻഷ്യൽ ബിഹേവിയർ ഇഫ് ദെയർ ഫ്രണ്ട്സ് ഡു ദ സെയിം. അപ്പോൾ ഫ്രണ്ട്സ് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അതേ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് പലപ്പോഴും ടീനേജേഴ്സ് ശ്രമിക്കുന്നത്. എല്ലാ കുട്ടികളിലും ഒരേ സോഴ്സ് ഓഫ് ഇൻകം അല്ല, എല്ലാ കുട്ടികളുടെ വീട്ടിലും ഒരേ രീതിയിലുള്ള ഫിനാൻഷ്യൽ ബിഹേവിയർ അല്ല ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് അതേപടി ഇമിറ്റേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഫിനാൻഷ്യൽ ബിഹേവിയർ മോശമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെയുള്ള കുട്ടികൾ സ്ഥിരം പുറത്തു നിന്നായിരിക്കും കഴിക്കുന്നത്. സോ നമ്മളും എന്താണ് അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന അതേ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ സോഴ്സ് ഓഫ് ഇൻകം ലിമിറ്റഡ് ആണ്. അത് നെഗറ്റീവ് ആകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്? അസേർഷൻ പറയുന്നു എ മീഡിയ ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ഏജന്റ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ. നമ്മൾ ആദ്യമേ തിയറിക്കകത്ത് കണ്ടതാണ്. ദെൻ മീഡിയ ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ഏജന്റ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ. മീഡിയ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജന്റ് ആണെന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ബ്രോഡ്കാസ്റ്റ് മീഡിയ ആയിക്കോട്ടെ, പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, ഏത് മീഡിയ ആണെങ്കിലും അതൊരു ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഏജന്റ് ആണെന്ന് പറയുന്നു. അതിൻ്റെ റീസൺ എന്താണ്? Financial news, advertisement and the social media shape the people perception and attitude towards money. അപ്പോൾ ഫിനാൻഷ്യൽ ന്യൂസുകൾ, നമ്മുടെ ടി വിയിൽ വരുന്ന ന്യൂസുകളായിക്കോട്ടെ, പത്രത്തിൽ വരുന്ന ന്യൂസുകളായിക്കോട്ടെ, അഡ്വർടൈസ്മെൻറ്റുകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ എന്താണ് അഡ്വർടൈസ്മെൻറ്റുകളോ ആയിക്കോട്ടെ, ഇതെന്താണ് ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ ആറ്റിറ്റ്യൂഡിനെ അല്ല അവരുടെ ഫിനാൻഷ്യൽ ആറ്റിറ്റ്യൂഡ് അല്ല ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട പെർസെപ്ഷനെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അല്ല ഫിനാൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ന്യൂസും അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയയും ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നെന്നാണ് പറയുന്നത്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ദെൻ സെയിം ഓപ്ഷൻസ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ അതോ തെറ്റാണോ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ശരിയുള്ളൂ, അതോ ഇനി എക്സ്പ്ലനേഷൻ തെറ്റാണോ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണോ? എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്താ നമ്മൾ തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ മീഡിയ ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ഏജൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ. ആദ്യത്തെ തിയറിയിൽ തന്നെ നമ്മൾ പറഞ്ഞു മീഡിയയും നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ പേരൻസ് എടുത്തു കഴിഞ്ഞാൽ, സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ, മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവകാശവാദം ശരിയാണ്. ദെൻ റീസൺ പറയുന്നു ഫിനാൻഷ്യൽ ന്യൂസ്, അഡ്വർടൈസ്മെൻറ്റ്, സോഷ്യൽ മീഡിയ ഷേപ്പ് ദ പീപ്പിൾ പെർസെപ്ഷൻ. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന ടി വിയിൽ കാണുന്ന ന്യൂസുകൾ എടുത്താൽ, അഡ്വർടൈസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ദെൻ പോസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷനെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ മണി. ഇതിൽ വരുന്ന ന്യൂസുകൾ പലപ്പോഴും നമ്മുടെ പണത്തിൻ്റെ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിൽ നമ്മുടെ പെർസെപ്ഷനിൽ ഷേപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ശരിയാണ്, നമ്മൾ ഈ നിരന്തരം കാണുന്ന ന്യൂസുകൾ പലപ്പോഴും നമ്മളെന്താണ് ചില ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോയി നയിച്ചേക്കാം. അത് ചിലപ്പം റൈറ്റ് ഡിസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ റോങ് ഡിസിഷൻ ആയിരിക്കാം. പല അഡ്വർടൈസ്മെൻറ്റുകളും നമ്മളെന്താണ് ഈ രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ പെർസെപ്ഷനെ ചേഞ്ച് ചെയ്യിപ്പിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻസേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം വീണ്ടും ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.